മഹാനവറുകള് റൗള ഷരീഫിലേക്ക് എത്തി. റൗള ഷരീഫിൽ ചെന്ന് നമ്മൾ അങ്ങേയറ്റം അങ്ങോട്ട് മുത്തനബിന്റെ അടുക്കൽ ചെന്ന് നമ്മളെ ആവശ്യം പറയലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്ലിയാരുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റൗള ഷരീഫിലേക്ക് പോകുന്നത് തന്നെ റസൂലിനോട് അങ്ങേയറ്റം നമ്മളുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാർ പാതിരിമാരാണ് ഇസ്ലാമിനെ വികലമാക്കുന്നത്. ഇതെന്ത് വിശ്വാസമാണ് ഇസ്ലാമിന് പരിചയമില്ലാത്ത വിശ്വാസം എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാർ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ മക്കാ മുശ്രിക്കുകളെക്കാൾ അപ്പുറം പേച്ച വിശ്വാസവുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും മുസ്ലിയാർ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കാം. ശൈഖുന സിയാറത്തിന് വേണ്ടി പോയപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനയിലേക്ക് മുത്തുനബി ഇറങ്ങി വന്നിട്ട് മുന്നിലിരുന്നിട്ട് ഇത് കേൾക്കുന്ന ഒരു വധുക്കളായ കുറച്ച് മനുഷ്യന്മാരുണ്ടല്ലോ, ഓല വേണം പറയാൻ. ഇതിനൊക്കെ പച്ചക്കളവ് കണ്ണുരുട്ടി പറയുമ്പോൾ അത് നോക്കി നിൽക്കുക. മുത്തുനബി ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് ഇറങ്ങി വരണ്ടേ, ഇല്ലെങ്കിൽ മരത്തുമുന്നിൽ ഇറങ്ങി വരണ്ടേ, അറ്റ്ലീസ്റ്റ് ഒരു ബിൽഡിംഗ് വന്ന് ഇറങ്ങി വരണ്ടേ? എവിടുന്ന് ഇറങ്ങി വന്നു ഇയാൾ പറയണത്? ഒന്നായി ആലിംഗനം ചെയ്ത മൊയ്തീൻ സാഹിബ് ഇങ്ങോട്ട് വന്നതുപോലെ ഈ UK മജീദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഈ സാധനം അള്ളാഹുവിൻ്റെ റസൂല് ഇറങ്ങി വരിക എന്ന് പറഞ്ഞിട്ട് ഉപമിക്കുന്നത് മൊയ്തീൻ സാഹിബിനെയാണ്. ആരാണ് ഈ മൊയ്തീൻ സാഹിബ്? ആരാണ് ഈ പറയുന്ന മൊല്ലാക്ക? ആരാണ് ഈ പ്രസംഗിക്കുന്ന മൊല്ലാക്ക? ഇവർ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ ഇറങ്ങി വരിക എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഉപമിക്കാണ്. ഇങ്ങനൊരു കാര്യം ഇറങ്ങി വരലും അല്ലെങ്കിൽ കബറിന്ന് കയറി വരലും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് റസൂല് മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും നബിമാരുടെ കബറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവരിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. അങ്ങനെ സംഭവം നടന്നിട്ടില്ല റസൂലിന് വരെ. എന്നിട്ടാണോ ഇവരുടെ ഖുറാഫി നേതാക്കന്മാർ പറയുന്ന കാര്യത്തിന് ഒരു ഉളുപ്പും ഒരു ലജ്ജയൊക്കെ വേണ്ടേ? ഇസ്ലാം കാര്യം പൂർത്തിയാക്കലോടുകൂടി മുത്തനബി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അങ്ങ് പൊതിഞ്ഞതാണ്. ഇയാളൊക്കെ വിശ്വാസപ്രകാരം ഇസ്ലാം കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഷെയ്ഖുന ഇവിടുന്ന് പോയി. എവിടുന്ന്? മലപ്പുറത്തുനിന്നേ. മലപ്പുറം ജില്ലയിൽ കിടക്കണ ഇവരെ ഖുറാഫി ഷെയ്ഖുന റൗള ഷരീഫിക്ക് പോയിട്ട് വേണം എന്ത് ഇസ്ലാമിനെ പൂർത്തീകരിക്കാൻ. ഈ ജാതി വർത്താനം പറയുന്ന പോലൊക്കെ എന്താ വേണ്ടത് ചോദിച്ചാൽ അങ്ങനെ ആലിംഗനം ചെയ്തതാണ്. അല്ല മജീദ് മുസ്ലിയാരെ, നിങ്ങളൊക്കെ വിശ്വാസപ്രകാരം അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് കളവ് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ്. ഇസ്ലാമിന് അകത്തോ പുറത്തോ? അള്ളാഹുവിൻ്റെ റസൂല് കബറിന് വന്നിട്ട് എന്ത് ചെയ്യാണ്? ആലിംഗനം ചെയ്തു. ആരെ? പക്ക ഖുറാഫിയായ മനുഷ്യനെ, ആന്തം ബുദ്ധിയില്ലാതെ, പിന്നെ ഭ്രാന്തായി നടന്ന് നേരത്തിന് നിസ്കരിക്കാത്ത, നോമ്പനുഷ്ഠിക്കാത്ത ഒരാളെ പോയിട്ട് അള്ളാഹുവിൻ്റെ റസൂലാണ് ആലിംഗനം ചെയ്യുക, അതും വഫാത്തതിന് ശേഷം. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ലജ്ജ വേണ്ട? ഇസ്ലാമിനെ കുറിച്ച് ധാരണ വേണ്ട നിങ്ങൾക്ക്? ഇത് അത് ആ അവസ്ഥയിൽ മനസ്സിലാക്കിയ മഹാനായ EK ഉമർ ഹാജി തങ്ങൾ ആ കാര്യം ഹജ്ജ് കഴിഞ്ഞ് വന്ന ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇത് കേൾക്കാനും പറയാനും പറയിപ്പിക്കാനും നിങ്ങളെപ്പോലെ കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് വലിയ പ്രത്യേകത. ഇസ്ലാമിനെതിരെ നിങ്ങൾ പടുത്തുയർത്തുന്ന വലിയ ഒരു കൊട്ടാരം അല്ലെങ്കിൽ അക്രമ സംഘം, അതാണ് സമസ്ത എന്ന് പറയുന്ന എല്ലാ വിഭാഗക്കാരും ഒക്കെ കൂടിയിട്ട് ഇസ്ലാമിനെ നശിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള നീയത്തിലാണ്. അതുകൊണ്ടാണല്ലോ മക്ക മുശ്രിക്കുകൾക്കില്ലാത്ത വിശ്വാസമാണ് ഇന്നുള്ള സമസ്തക്കാർക്കുള്ളത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇങ്ങനെയാണ് ഓരോരുത്തർ പറയണത്. ഇവിടെ ഈ മലപ്പുറത്ത് തൃപ്പൻശി പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ഹജ്ജിൻ്റെ കൂലി കിട്ടും. വല്ലാത്തൊരു മനുഷ്യന്മാരെ നിങ്ങൾ കേട്ടോ. നിങ്ങളൊക്കെ തലൻ്റെ ഉള്ളിൽ കളിമണ്ണോ അതോ തലച്ചോറോ അതോ പൂയാണോ മെറ്റലാണോ എന്നറിയാത്തൊരവസ്ഥ. ഇവലെ പേരിൻ്റെ അപ്പുറത്തൊരു ആജിയും ഒരു തങ്ങളും ഇട്ടാൽ എല്ലാം ആയി എന്ന വില വിചാരം. എവിടുന്ന വില വരുന്നത്? എന്നിട്ട് ഒരു ഉമർ ഹാജി തങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആര്? ഏതെങ്കിലും പക്ക ഖുറാഫിയക്കാരം? അന്ന് ശിവനായെ പറ്റി ചിറ്റടയത്തിലെ അബൂബക്കർ മുസ്ലിയാർ എന്നാ പറയാ. ചിറ്റടയത്തിലെ അബൂബക്കർ മുസ്ലിയാർ വല്ലാത്തൊരു പോരിശനെ കേട്ടെന്നാല്. ചിറ്റരേത്ര അബൂബക്കർ മുസ്ലിയാർ. എന്താ അബൂബക്കർ? എന്ത് ചിറ്റരേത്ര? വല്ലാത്തൊരു ഒരു ഭ്രാന്തായ മനുഷ്യനെ പിടിച്ചിട്ട് ദൈവാക്കാന്ന് പറഞ്ഞാൽ ഈ സമസ്തക്കാരെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും കഴിയില്ല. ഇവിടുത്തെ മുസ്ലിങ്ങളോ ഇതര മതസ്ഥരോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒരു ഭ്രാന്തായ മനുഷ്യനെ പിടിച്ചിട്ട് ദൈവം? നിങ്ങൾക്ക് ഭ്രാന്തായോലെ മാത്രം കിട്ടുന്നുള്ളൂ. ആരാണ് എന്താണെന്ന് അറിയാത്തവരാണ് നിങ്ങളെ ദൈവങ്ങൾ. അതാണ് സമസ്തന്റെ പ്രത്യേകത. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് ഈ സംഭവം പറഞ്ഞെന്ന് ശൈഖുനായുടെ മകൻ ബാബ ഉസ്താദ് കണ്ടില്ല. ആൾക്കാർ രണ്ടാളായി. ഒന്ന് പറഞ്ഞത് ആദ്യം എന്താണ്? ഉമർ ഹാജി തങ്ങളാണ് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പൊ പറയാണ്
ഈ ഷെയ്ഖുനയുടെ മകൻ ബാവ ഉസ്താദാണ്. ആരാണ് ഈ ബാവ ഉസ്താദ്? ഷെയ്ഖുനയുടെ മകനാണ്. വല്ലാത്ത ജാതി മനുഷ്യന്മാര്. ഇങ്ങൾക്കൊക്കെ പ്രസംഗിക്കാൻ ഇസ്ലാമിന്റെ വക്താക്കളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരു ഹദീസ് ഒന്ന് വായിച്ചൂടെ? ഖുറാന്റെ ഒരു ആയത്ത് വായിച്ചൂടെ ചങ്ങായിമാരെ? നിങ്ങൾ ഈ വിട്ട് പ്രസംഗിച്ചിട്ട് ഈ പറയുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളെ പാള കിതാബും ഖുറാഫികൾ ഇത് ഏതെങ്കിലും ബുക്കല്ലാതെ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഹദീസ് ഉണ്ട്, ആയത്തുകളുണ്ട്, എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളെ കിതാബുകളല്ലാതെ പച്ചക്കളവുകൾ എഴുതിയ നിങ്ങളെ ഈ കിതാബുകളും മാല മൗലൂദുകളല്ലാതെ എന്താണ് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് ഇവിടെ? ഇനി പേരോട് എന്താണ് ഇതിനെക്കുറിച്ച് പറയണത് നമുക്കൊന്ന് കേൾക്കാം. ഈ പറഞ്ഞ ഈ മുസ്ലിയാർ പറയുന്നതിനെ കുറിച്ച് പേരോടിൻ്റെ അഭിപ്രായം രണ്ടും ഒരു വിഭാഗം തന്നെയാണ്. അപ്പോൾ ചിച്ചിരേത്ത അവോക്ര മുസ്ലിയാരെ കുറിച്ച് പേരോട് എന്താ പറയണമെന്ന് നോക്കുക. കാരണം പേരോടിനെ സംബന്ധിച്ചിടത്തോളം പേരോടിന് അത് പറഞ്ഞ് പ്രശംസിക്കാൻ പറ്റിയിട്ടില്ല. സ്വന്തം പ്രശംസ ഏറ്റി നടക്കാനുള്ള ഒരു അവസരം കിട്ടാത്തതുകൊണ്ട് പിന്നെ കിട്ടണ പോലൊക്കെ മൂപ്പര് എതിർക്കും. എന്തായാലും മൂപ്പര് പറയണം, നമുക്കൊന്ന് കേൾക്കാം. അവര് സുന്നികളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. സുന്നികളാണെന്ന് പറയുന്ന ചിലർ വിവരക്കേട് കൊണ്ട് വിവരക്കേട് വിളിച്ചു പറയുന്നവരുമുണ്ട്. ഒരു തെളിവില്ലാതെ പലതും വിളിച്ചു പറയുന്നവരുണ്ട്. അതൊന്നും പേരോടിനെ സംബന്ധിച്ചിടത്തോളം പേരോട് എന്ത് കളവ് പറഞ്ഞാലും അതൊക്കെ എല്ലാ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യങ്ങൾ. പേരോടിന് പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പേരോടിന് ആൾക്കാരുടെ ഇടയിൽ നിലനിൽക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാലോ അത് ഒരു തെളിവുമില്ലാതെ പറയുന്ന കാര്യങ്ങൾ. വല്ലാത്ത ജാതി മനുഷ്യന്മാരുടെ മുമ്പിൽ ഒക്കെ ഒരേ താലി കെട്ടും, ഒരേ പരിപാടിയും, ഒരേ ബിരുദം എടുത്ത മനുഷ്യന്മാരും. ഒന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഇവരിഞ്ഞ് കള്ളവ് പറയുകയാണെങ്കിലും പൊട്ടത്തരം പറയുകയാണെങ്കിലും മണ്ടത്തരം പറയുകയാണെങ്കിലും ഒക്കെ അതിന് മുമ്പായിട്ട് സുബ്ഹാനല്ലാഹ് എന്നൊരു പറച്ചിൽ പറയും. അതിന്റെ അർത്ഥം തന്നെ ഇവർക്ക് അറിയണ്ടാവില്ല. അറിയെങ്കിൽ അത് പറയില്ല. എന്തായാലും ബാക്കി കൂടിയാണ് പറയട്ടെ. ഔലിയാക്കൾ ഇഷ്ടപ്പെടാത്ത ചില സംഗതികൾ പറയുന്നവരുണ്ട്. ഔലിയാക്കൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ചില മനുഷ്യന്മാരുണ്ട്. ഏതാണ് ഈ ബലി പറയണ ഔലിയാക്കൾ അറിയോ? ഒന്ന് CM മടവൂര് ഭ്രാന്തായി നടത്തിയ മനുഷ്യനാ. മറ്റൊന്ന് തൃപ്പനച്ചി ഉസ്താദ് അറിയപോലെ. ഈ പക്ക ഖുറാഫികളാണ് ബൽക്ക ഔലിയാക്കള്. ഓല് വലിയ ആൾക്കാർ, ഓല് വലിയ കറാമത്തുള്ള ആളുകൾ. എന്തായാലും ബാക്കി കൂടി പറയട്ടങ്ങള്. ഞാൻ ഇപ്പൊ ഇങ്ങനെ വരുമ്പോ ഒരാളുടെ ഒരു ക്ലിപ്പ് എനിക്ക് വണ്ടിയിൽ നിന്ന് ഒരാൾ കേൾപ്പിച്ചു. അതിൽ പറയുന്നത് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അജ്മീരി അല്ല, ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ഷെയ്ഖുനയാണ്. വല്ലാത്ത ജാതി മനുഷ്യന്മാരനെ. ഒരു വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ഇപ്പോ ആ നരേന്ദ്രമോദി സുൽത്താനുൽ ഹിന്ദ് അജ്മീരി എന്നാ പറയണത്. വല്ലാത്ത ജാതിയാള്. ഇന്ത്യ ഭരിക്കണ ആരാന്ന് ബൽക്കറിയില്ല, എന്നിട്ട് പറയാണ് സുൽത്താനുൽ ഹിന്ദ് അജ്മീരി. എന്തൊരു മനുഷ്യന്മാരാണ്, എന്തൊരു കഷ്ടാണ് കാര്യാലോചിക്കും പറയോ.